എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണർന്ന ഉടനെ എണീറ്റിരുന്ന് കൈകൾ നോക്കി പറയേണ്ട മന്ത്രമാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. മന്ത്രം ഇങ്ങനെയാണ്: കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. അതായത്, ഞാൻ എൻ്റെ കൈകളുടെ അഗ്രഭാഗത്ത് വസിക്കുന്ന മഹാലക്ഷ്മിയെയും മധ്യഭാഗത്ത് വസിക്കുന്ന സരസ്വതി ദേവിയെയും അടിഭാഗത്ത് വസിക്കുന്ന ഗൗരി ദേവിയെയും വന്ദിക്കുന്നു. ഇങ്ങനെ ഒരു ദിവസം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അച്ചടക്കം നമുക്ക് കാണാവുന്നതാണ്. മഹാലക്ഷ്മിയും സരസ്വതിയും ഗൗരിയും നമ്മുടെ കൈകൾക്കുള്ളിൽ തന്നെയാണ്. അതായത്, നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിൽ ഭദ്രമാണ്. അത് നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇതുപോലെ തന്നെ കാലുകൾ ഭൂമിയിൽ ചവിട്ടുന്നതിന് മുൻപേയുള്ള മന്ത്രവും കുളിക്കുന്നതിനുള്ള മന്ത്രവും, ഇങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പല മന്ത്രങ്ങൾ നമുക്ക് ചൊല്ലാനായിട്ട് ഇതിഹാസങ്ങളും പുരാണങ്ങളും എഴുതിയ ഋഷിമാർ വിവരിച്ചു തന്നിട്ടുണ്ട്. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. 4 വരിയുള്ള ഈ ലളിതമായ മന്ത്രങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്ത് ചെറുതിലേ തന്നെ അവരെ അച്ചടക്കമുള്ളവരായും ഭക്തിയുള്ളവരായും വളർത്തിയെടുക്കേണ്ടതാണ് നമ്മുടെ ആവശ്യം. ഇന്ന് കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ കൂടി പറയാം. അതായത്, ഒരു ദിവസം ശ്രീ മഹാദേവനും പാർവതി ദേവിയും കൈലാസത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദേവി താഴേക്ക് നോക്കുമ്പോൾ ഒരാൾ ഒരു മരത്തിൽ നിന്ന് താഴേക്ക് പതിക്കാറായി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ദേവി ഭഗവാനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അവിടുന്ന് ആ മനുഷ്യനെ രക്ഷിക്കാത്തത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദേവിയല്ലേ അത് ആദ്യം കണ്ടത്, അപ്പോൾ ദേവിയല്ലേ രക്ഷിക്കേണ്ടത്. മാത്രമല്ല, ദേവി ജഗന്മാതാവാണ്. അപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഏറ്റവും ശ്രദ്ധയുള്ളത് അമ്മമാർക്കാണ്. അതുകൊണ്ട് ദേവി അദ്ദേഹത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, അവിടുന്നാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ വെറും സാക്ഷി മാത്രമാണ്. അപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു, ഈ വീഴാൻ പോകുന്ന ആൾ ആദ്യം അമ്മ എന്ന് വിളിക്കുകയാണെങ്കിൽ ദേവി രക്ഷിക്കണം. അപ്പ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ അയാളെ രക്ഷിച്ചു കൊള്ളാമെന്ന് അവർ തമ്മിൽ സംസാരിച്ചു. പക്ഷേ ഇയാൾ വീഴുമ്പോൾ വിളിക്കുന്നത് അയ്യോ എന്നായിരുന്നു. അപ്പോൾ ദേവനും ദേവിക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ വന്ദിക്കുകയാണെങ്കിൽ, അവരെയാണ് നമ്മൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഓർക്കുന്നതെങ്കിൽ, നമ്മെ രക്ഷപ്പെടുത്താൻ അവരുടെ പ്രാർത്ഥനകൾ ഉണ്ടാകും എന്നതിന് ഭഗവാൻ ശ്രീ സത്യസായി ബാബ പറഞ്ഞു തന്ന ഒരു കഥയാണിത്. പ്രത്യക്ഷ ദൈവങ്ങളാണ് മാതാവും പിതാവും. മഹാഭാരതത്തിൽ ഗാന്ധാരി കണ്ണു മൂടിക്കെട്ടി ധൃതരാഷ്ട്രരോടൊപ്പം പാതിവ്രത്യം അനുഷ്ഠിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നു, മാതാപിതാക്കൾ അമ്മ ഉപേക്ഷിച്ച കുട്ടികളെ ആർക്കും വേണ്ടാത്ത കുട്ടികളായി അവർ വളരും. അതുകൊണ്ട് അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്യം കുട്ടികളുടെ കാര്യത്തിൽ. അച്ഛനേക്കാൾ അമ്മയ്ക്കാണ് അവരെ നേർവഴി നയിക്കാൻ കഴിയുന്നത് എന്ന് ഭഗവാൻ കൃഷ്ണൻ ഗാന്ധാരിക്ക് ഉപദേശം കൊടുക്കുന്നു. ഇത് നമുക്കും ബാധകമാണ്. നമ്മൾ എന്താണോ ദിവസവും പറഞ്ഞ് ശീലിക്കുന്നത്, അതായിരിക്കും നമ്മുടെ നാവിൽ അത്യാവശ്യങ്ങളിൽ അവസാനത്ത് എല്ലാം നമ്മുടെ നാവിൽ ഉണ്ടാവുക. അതായത്, അതിനുവേണ്ടിയാണ് അവസാന നിമിഷം നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മുടെ നാവിൽ ഈ നാമങ്ങൾ വരാനാണ് എപ്പോഴും ഇത് ജപിക്കാൻ ഭഗവാൻ അല്ലെങ്കിൽ ഋഷിമാർ ഉപദേശിക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും അമ്മമാർ പറയുന്ന ഒരു പരാതിയുണ്ട്, അയ്യോ എനിക്ക് സമയമില്ല. എന്തുകൊണ്ടാണ് അമ്മമാർക്ക് സമയമില്ലാത്തത്? ഏറ്റവും കൂടുതൽ സമയമുള്ള ഭാഗ്യവതികൾ അമ്മമാരാണ്. എന്താണ് കാരണം? എപ്പോഴും എന്തെങ്കിലും ജോലി അമ്മമാർക്ക് ചെയ്യാനുണ്ടാവും. എന്തുകൊണ്ട്? അത് നാമം ജപിച്ചുകൊണ്ടായിക്കൂടാ? അപ്പോൾ ഭഗവാൻ നാമം ജപിച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും
ഭഗവാന് അർപ്പണം ചെയ്യുന്ന ഒരു പൂജയായി സങ്കല്പിച്ച് തൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാണ് ഞാൻ കുളിപ്പിക്കുന്നത്. കുട്ടിയെ ഊട്ടുമ്പോൾ ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാണ് ഊട്ടുന്നത്. വീട്ടിൽ ഓരോ പ്രവൃത്തി ചെയ്യുന്നതും ഭഗവാനുള്ള പൂജയാണ്, ഭഗവാനുള്ള അർച്ചനയാണ് എന്ന സങ്കല്പത്തിൽ ചെയ്യുമ്പോൾ അത് ആ കുഞ്ഞുങ്ങൾക്കും വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ദൈവീകമായ ഒരു ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏറ്റവും ഭാഗ്യവതികളായിട്ടുള്ളവർ അമ്മമാരാണ്. എന്തു ചെയ്യുമ്പോഴും നമുക്ക് നാമം ജപിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തിയും എടുക്കാം. നമ്മളെ കുട്ടികളെയും അങ്ങനെ ശീലിപ്പിക്കാം. അപ്പോൾ കഥകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഓം ശ്രീ സായിരാം.